ഹായ് ഗൈസ്, പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ 5:45 നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ രാവിലെ എണീച്ച് റെഡിയായി, രാവിലെ സെറ്റാക്കി വെച്ച് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പലഹാരം എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ. ദോശയും സാമ്പാറും കട്ടൻ ചായയാണ്. അപ്പോൾ കഴിക്കട്ടെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഇപ്പോൾ 11:24 കേട്ടോ. 11 മണിക്ക് ഓണാക്കി ഇപ്പോഴാണ് ഓവർ അടിച്ചത്. ഫസ്റ്റ് ഓവർ അടിച്ച് ജി റെസ്റ്റോറൻ്റാണ്. ജി റെസ്റ്റോറൻറ്റ് ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഇത് ഓക്കെ. സെറ്റ് സാധനം റെഡി ആയിട്ടില്ല. 1 മിനിറ്റ് കാണിക്കണം കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്, അങ്ങോട്ടേ നോക്കാം. 1 മിനിറ്റ് കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. നോക്കാം. ബൈ 0121 0121. ഗൈസ്, അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ കറി ഹാഫും ഇടിയപ്പമാണ് കേട്ടോ. 5 ഇടിയപ്പവും 1 ചിക്കൻ കറിയാണ്. അയ്യോ, ഗൈസ്, കൊടുക്കാനുള്ളത് ദർശൻ നഗറാണ് കേട്ടോ. AKG നഗർ, പേരുക്കട. അപ്പോൾ ഇവിടുന്ന് 5.9 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. ഫസ്റ്റ് ഓവറാണ് കേട്ടോ. 11 മണിക്ക് ഓണാക്കി. ഫസ്റ്റ് ഓവർ അടിച്ച സമയം എന്ന് പറയുന്നത് 11:24 കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇതിലേ കയറിപ്പോ, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെ വെയിലില്ലെന്ന് കരച്ചിലായിരുന്നു. ഇന്ന് നല്ല വെയിൽ. ഇപ്പം 2 ദിവസം കൊണ്ട് ഭയങ്കര തണുപ്പ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. മറ്റേ എന്തോ ചുഴലിക്കാറ്റ് എന്തോ ദിശ മാറി വന്നെന്നാ ചെന്നൈയിലെത്തിയെന്ന് എന്താ പറഞ്ഞ കേട്ടോ. അതിൻ്റെ എന്നാണ് പറയണേ. ഒടുക്കത്തെ തണുപ്പ് കേട്ടോ. സാധാരണ നമ്മളവിടത്തെ പോലത്തെ തണുപ്പല്ല, ഭയങ്കര കട്ട പിടിക്കുന്ന പോലത്തെ തണുപ്പ്. നമുക്കിനി 5.3 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 1.9 കിലോമീറ്റർ ഉണ്ട്. വേറെ കൂടെ നിന്ന് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 200 മീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. ഈ കല്യാണിൻ്റെ ഫ്ലാറ്റ് തന്നെ ഇതോ അല്ലല്ലോ, ഇതല്ല വെച്ച് അങ്ങോട്ടായിരിക്കും. അങ്ങോട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഒരു 180 മീറ്റർ കൊണ്ടൊരു വീടായിരിക്കും കേട്ടോ മിക്കവാറും. ഗവൺമെൻറ് മോഡൽ LP സ്കൂൾ, കനവക്കുന്ന്, അല്ല സോറി, കൊടപ്പനക്കുന്ന്. അതൊക്കെ മോശമാണ്. ഇത് കുറച്ച് എടുത്ത നല്ല റോഡ് കേട്ടോ. ബാക്കി എല്ലാം ഒരുമേ തഴഞ്ഞിട്ടേക്കും പോലെ ഉണ്ട്. അയ്യോ, ലൊക്കേഷൻ തെറ്റി. ഇങ്ങോട്ടാണ് പോകാനുള്ള കേട്ടോ. ബി ലൈനിലാണ് കയറാനുള്ള. അയ്യോ അമ്മച്ച. ഓക്കെ, ഫൈനൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരി, ഓക്കെ. ഗൈസ്, സെൽഫി എടുക്കണ പാടാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ 51.45 പൈസയാണ് കിട്ടിയത്. നേരെ പേർക്കോളോട്ട് പോകാം കേട്ടോ. റിട്ടേൺ പേ കൊണ്ടുണ്ട്. റിട്ടേൺ പേ 5 രൂപ 20 പൈസ കണ്ടുണ്ട്. അതും കൂടെ ചേർത്താണ് 41 രൂപ, സോറി 51 രൂപ 45 പൈസ. പേർക്കോളോട്ട് പോവാം. അങ്ങോട്ടാണ് ഓവർ അടിക്കണം.
വലിയ കട രാവിലെ വന്നപ്പോൾ അടച്ചിരിക്കുകയായിരുന്നു. 7 മണിയായപ്പോൾ അവിടെ തുറന്നിട്ടില്ല. സാധാരണ എല്ലാ കടയൊക്കെ 7 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം തുറക്കണേ. അവിടുന്ന് രാവിലെ ഓർഡർ പോവില്ല. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഒലിവ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ശാസ്തമംഗലം. ഇതിലേ പോവാം കേട്ടോ, അതിലേ പോയാൽ ഭയങ്കര ദൂരം, ഇതിലേ ഇറങ്ങി പോവാം. ഒലിവ് റെസ്റ്റോറൻ്റ് ആണ്. ഡ്രോപ്പ് കൊടുത്തതന്നെ കേട്ടോ, ഓർഡർ അടിച്ചതല്ല. ഞാൻ മറ്റേ ഡ്രോപ്പ് എന്ന ഓപ്ഷൻ ഇല്ലേ, അത് കൊടുത്തതാണ്. ഇത് സാധനം കിട്ടി. ഇനി ഓരോ ഓർഡറും കൂടെ അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 2.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കുണ്ട് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, ചെറിയ തിരക്ക്. KSRTC ഡിപ്പോ പേറുക്കുട. ഭയങ്കര പൊടി കേട്ടോ റോഡ് സൈഡ്. ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയില്ല കേട്ടോ. ഫുഡ് റെഡി ആയില്ല, റെഡി വന്നില്ല. ഗൈസ് അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫുഡ് കിട്ടി കേട്ടോ. എൻ്റെ പൊന്നോ എന്തൊരു താമസമായിരുന്നു. ഗാർലിക് നാനും കേരള പൊറോട്ടയും ചിക്കൻ കാന്താരിയാണ് കേട്ടോ. 1/2 മണിക്കൂർ എടുത്ത് കിട്ടാനുള്ള സാധനം എന്ന് അറിയാമോ. നമുക്ക് ഈ ഉച്ച സമയത്താണ് ഓർഡർ കിട്ടണത്. ആ സമയത്ത് അവിടെ പിടിച്ചിരുത്തിയിരുന്ന മനുഷ്യന് മുക്കിലാണ് കൊടുക്കാനുള്ളത്. വട്ടിയൂർക്കാവ് കേട്ടോ. ഉച്ച സമയത്ത് അവിടെ പിടിച്ചിരുത്തി. അരമണിക്കൂർ കൂടുതലെടുത്തു. സാധാരണ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യേണ്ട സമയത്തിനേക്കാളും കൂടുതലെടുത്തു കേട്ടോ. പിന്നെ ഇപ്പം വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഓർഡർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പെനാൽറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിട്ടേ ഫുഡ് കിട്ടാറാകുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് നമുക്ക് നഷ്ടമുണ്ട്. ഇത്ര നേരം അവിടെ പിടിച്ചിരുത്തി. ശരിയാക്കി എപ്പോഴേ കിട്ടാറുള്ളതെന്ന് അറിയാം. ഓർഡർ 4:45 ലൊക്കേഷൻ കൊടുത്തേക്കണേ. നേരെ വെച്ച് പിടിച്ചാൽ ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ലൊക്കേഷൻ എത്തി കേട്ടോ. ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകെയാണ് കേട്ടോ. ഇത് 53 പറഞ്ഞാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ 53 രൂപയുണ്ട്. സ്റ്റെയറിന് നമുക്ക് വെച്ചിക്കാൻ പറയും. അയ്യോ, പട്ടിയുടെ ദേഷ്യം. ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 41 രൂപ 65 പൈസ തന്നെ കേട്ടോ കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് സ്റ്റീം ബോട്ട് റെസ്റ്റോറൻ്റ് ആണ്, വട്ടിയൂർക്കാവുള്ള. വഞ്ചിയൂരുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഒന്നും മാപ്പ് കാണിക്കില്ല. മാപ്പ് ചില സമയത്ത് വരില്ല സമയത്ത്. മാപ്പേ വാടേ. ഗൈസ് ഇവിടെ എന്നും കരിക്കുണ്ട് കേട്ടോ. സംഭവം ഇവിടെ എന്നും കരിക്കുണ്ട്. ഡെയിലി കരിക്കുള്ള സ്ഥലമാണ് ഇവിടെ. നമുക്കിനി
സ്ട്രീം ബോട്ട് എവിടെയാണ് കേട്ടോ? ഇനി ഒരു 200 മീറ്റർ കൂടെ ഉള്ളൂ. ഗൈസ് നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. 58-20 58-28 ഗൈസ്. അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ പൊതിച്ചോറാണ് കേട്ടോ. ചിക്കൻ പൊതിച്ചോറാണ്. ഇവിടെ റെഡി വന്നില്ല, ചെന്ന് വേണേ വാങ്ങിക്കണം കേട്ടോ. ഞാൻ ഫുഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റെഡി വന്നു. പക്ഷെ എന്താ കഷ്ടം ഗൈസ്. അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ചിക്കൻ പൊതിച്ചോറാണ്. അപ്പോൾ കൊടുക്കാനുള്ളത് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് 2.3 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. നല്ല മൂഡ് ഒന്ന് വർക്ക് ചെയ്യാം. കമാൺ. ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് കയറി പോകാനുള്ളത് കേട്ടോ. 2.3 കിലോമീറ്റർ ഉള്ളൂ. അടുത്ത് തന്നെ ടക്കൻ കൊണ്ട് കൊടുക്കാം. അടുത്ത് ഓറടി. ഇന്ന് സൊമാറ്റോയിലെ 5 ഓവർ കംപ്ലീറ്റ് ചെയ്താൽ 194 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അവിടെ ബ്ലോക്കായി. ഒരു കരിക്ക് കുടിച്ചിരുന്ന കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ സമയമില്ല. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനല്ല, ഫുഡ് വാങ്ങിക്കണം. ഇപ്പോഴൊന്നും കഴിപ്പ് നടക്കൂല എന്തായാലും. നല്ല വറുത്ത മീനിൻ്റെ മരം കണ്ട, പൊരിക്കണ മീനിൻ്റെ മണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് പോകാം കേട്ടോ. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ ഇവിടെയാണ് കാണിയില്ല കേട്ടോ. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഡി ക്ലൗഡ് ഞാൻ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ലൊക്കേഷൻ കൊടുത്തേങ്ങനെ. ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ശരി, ഓക്കെ, ശരി. അയ്യോ, എമൗണ്ട് ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേ. ഞാൻ പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുമ്പോൾ ലഞ്ച് ബോക്സാണ് കേട്ടോ. ലഞ്ച് ബോക്സാണ്. ഫ്ലൈ ഓവർ എന്നാണ് കൊടുത്തേക്കണേ. ഇവിടെ അവിടെ ഓർമ്മയുണ്ട് കേട്ടോ. അതായിരിക്കും മിക്കാറും. ഇവിടെ ബാങ്കിൻ്റെ താഴെ ഓർമ്മയുണ്ട്, അവിടെ ആയിരിക്കും. ഇവിടുന്ന് 1.6 കിലോമീറ്റർ ഉള്ളൂ. മറ്റേത് 35 രൂപ കണ്ടാണ് കിട്ടിയ കേട്ടോ. ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ലൊക്കേഷൻ എത്തി കേട്ടോ. ഇവിടെയാണ് കേട്ടോ. ഫ്ലൈ ഓവർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ്. ഇതാണ് സംഭവം. ഇവിടെയാണ്. സാധനം റെഡിയാണെന്ന് തോന്നണം, നോക്കട്ടെ. അപ്പോൾ അടുത്ത ഓവർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓവർ എന്ന് പറയുമ്പോൾ മദേസ് വെജ് പ്ലാസാണ്. അപ്പോൾ ഇത് പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. റെഡി ആയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. $12.51.
ഗൈസ് അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് സ്പോക്കഡ് ബട്ടർ ചിക്കൻ ജംബോ ലഞ്ച് ബോക്സാണ്. സ്റ്റിക്ക് എന്നുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എവിടെയാണ് ആ പാളയം. ഗൈസ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഓർഡർ എടുത്തിട്ട് നമുക്ക് പോകാം കേട്ടോ. രണ്ടാമത്തെ ഓർഡർ എടുക്കണം. മദ്രാസ് മെജസ്റ്റിക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. അടുത്താണെന്ന് തോന്നണം കേട്ടോ. ഗൈസ് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ യൂട്ടേണാണ് കാണിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് മൈജിയിലെ ഷോറൂം കേട്ടോ. മൈജിയിലെ ഷോറൂമാണിത്. ഗൈസ് ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് മദ്രാസ് മെജസ്റ്റിക് കേട്ടോ. പുതിയ ഹോട്ടലാണ്. എനിക്ക് ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഓർഡർ അടിക്കുന്നത്. 0929 കേട്ടോ. 0929 092. ഗൈസ് അപ്പോൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറഞ്ഞാൽ നോക്കിയിട്ട് പറയാം കേട്ടോ. രണ്ടു ഓറും കൂടെ ഇരിക്കൂലേ, ഭയങ്കര പാടാല്ലേ. ഓക്കെ. ഓ QR കോഡ് കൊണ്ടുവന്നല്ലേ നമ്മുടെ കാര്യം. ഗൈസ് ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ളത് സ്റ്റാച്യു പാളയമാണ് കേട്ടോ. ഇവിടുന്ന് 800 മീറ്ററേ ഉള്ളൂ. അത് കൊള്ളാം, നല്ല ഓർഡർ. മറ്റേ ഐറ്റം നോക്കിയില്ല കേട്ടോ, എന്തോ ആണെന്ന് അറിഞ്ഞൂടാ. എന്തോ മന്തി പോലെ എന്തോ ഐറ്റമാണ്, എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് കയറാം കേട്ടോ എയർപോർട്ട്. മന്തി പോലെ എന്തൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് കയറണം. മന്തി ഐറ്റംസ് എന്തോ ആണ്, പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല കേട്ടോ. രാത്രി അങ്ങനെ ഇട്ടെങ്കിൽ ഫിറ്റ് ഉറച്ചിനാണ്. രാവിലെ എടുത്ത് വയ്ക്കാനാണ് ഉറയ്ക്കാത്തത്. ഓക്കെ, ഫൈനലി എന്തായാലും നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ള ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ 60 മീറ്റർ കാണിക്കാൻ കേട്ടോ. ഇത് എവിടെയാണ്, വീടാണോ അത്? ഗൈസ് ക്യാമറ ചാർജ് ചെയ്യുന്നു കേട്ടോ. ലൊക്കേഷൻ എത്തി. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഗൈസ് ഫസ്റ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കാൻ പറ്റൂല, സെക്കൻഡ് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. ക്യാമറ ചാർജ് ചെയ്യുന്നു കേട്ടോ. ഗൈസ് നമുക്ക് ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. അടിച്ചതെന്ന് പറയുന്നത് ബാർബയ്ക്ക് സ്പേസ് ആണ് കേട്ടോ. ഡബിൾ ഓർഡറാണ്. രണ്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് 4.8 കിലോമീറ്റർ ഉണ്ട്. ഫസ്റ്റ് കൊടുക്കാനുള്ളത് നോക്കിയില്ല. ഫസ്റ്റ് കൊടുക്കാനുള്ളത് ഗൈസ്, അപ്പോൾ കൊടുക്കാനുള്ള ഫസ്റ്റ് ഓർഡർ കൊടുക്കാനുള്ളത് വേട്ടമുക്കാണ് കേട്ടോ. പാങ്ങോടാണ് ലൊക്കേഷൻ പറഞ്ഞത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെ അവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 4.8 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ്.
ലാസ്റ്റ് ഓവർ ഡബിൾ ഓവർ കേട്ടോ. 3 മണിക്കുള്ളിൽ ഓവർ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് പോകും, അതാണ് കുഴപ്പം. ഇന്ന് എമൗണ്ട് കുറവാണല്ലോ. നല്ല വിശപ്പടിക്കണം കേട്ടോ. നമുക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. വീട്ടിൽ എത്തുമ്പോൾ ഏകദേശം 4:30 ആവും. 4:30 ആവും. നേരം കുടിച്ചിരിക്കാനുള്ള എന്തെങ്കിലും കഴിക്കണം. ഇവിടെ ബാർബിക്യൂ സ്പേസിൽ ഫസ്റ്റ് ഓവർ സമയത്ത് കിട്ടി കേട്ടോ. സെക്കൻഡ് ഓവർ താമസിച്ചു, ഏകദേശം 3/4 മണിക്കൂർ എടുപ്പിച്ചു. അല്ലെങ്കിൽ എപ്പോഴേ വരാമെന്ന്. ഗൈസ്, അപ്പം ഫസ്റ്റ് ഓവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ ഫസ്റ്റ് ഓവർ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓവർ കൊടുക്കാൻ പോകണം. രണ്ടാമത്തെ ഓവർ കൊടുക്കാനുള്ള സ്ഥലം എന്ന് പറയണത് ഇപ്പോൾ പറയുന്നത്, സ്ഥലം എന്ന് പറയണത് സത്യൻ നഗറാണ്. പാപ്പനും കൂടെ ഓമ്പോ ശരിക്കാ പൊന്നെ പിടിയില്ല ഓവർ. പാപ്പനും കൂടെ കേട്ടോ. കൊണ്ടുപോകണേന് കുഴപ്പമില്ല, പക്ഷെ നല്ല വിശപ്പിടിക്കും. അല്ലെങ്കിൽ ഒന്നുമല്ല മാറ്റി ഇപ്പോൾ സംഭവേ 2 കാബച്ചി പൊതിഞ്ഞ് തരും. കാബച്ചി ആ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാം. ഇപ്പം സമയമില്ല, അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാം. ഓക്കെ, ഇവിടുന്ന് 7.3 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മളെ ലാസ്റ്റ് ഓവറാണ്. ചിലപ്പോൾ ഒന്നും കൂടെ അടിക്കും കേട്ടോ. പക്ഷെ നമ്മളെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയി. ഇപ്പം തന്നെ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയി. 3-2 നല്ല അടിപൊളി പേരൊക്കെ വെച്ചിരിക്കും കേട്ടോ. പാപ്പനും കൂടാണ് കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ ആര്യനാട് വഴിയായിരിക്കും എനിക്ക് പോകേണ്ടി വരുമോ മിക്കവാറും. അതിലേക്ക് തിരിച്ചിതിലേ വരാൻ പറ്റൂല കേട്ടോ. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൊമാറ്റോ ഓടിയത് രാവിലെ 11 മണി തൊട്ട് 3 മണി വരെയാണ് ഓടിയത്. അപ്പോൾ ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 390 രൂപ. 390 രൂപ 194 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. 8 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3.37 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 584. ഷാഡോയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഷാഡോയിൽ 164 രൂപ 5 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോയിൽ 3 മണിക്കൂറും 40 മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 164 രൂപ. ടോട്ടൽ നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് പറയുന്നത് 748 രൂപ 50 പൈസയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ലാസ്റ്റ് ഓവർ അടിച്ചത് പാപ്പനം കൂടാണ്. ഡബിൾ ഓവറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് ഏകദേശം 120 രൂപയാണ് അതിൻ്റെ എമൗണ്ട് കിട്ടിയത്. 2 ഓവർ ഉണ്ടായിരുന്നു. ഒരെണ്ണം പൂജപ്പുര കൊടുക്കാനും ഒന്ന് പാപ്പനും കൊണ്ട് കൊടുക്കാനും. ഇതാണ് ഡീറ്റെയിൽസ്. പിന്നെ 30-ാം തീയതി നല്ല ഓവർ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓവർ ഉണ്ടായിരുന്നു. 11 മണി തൊട്ട് നല്ല ചറവറ ഡബിളായിട്ട് മൾട്ടി ഓവറൊക്കെ ഇഷ്ടംപോലെ കിട്ടി. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കും.